വിഷ്ണു, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസിന്റെ സന്ദേശം ലോകമെമ്പാടും പരക്കുമ്പോൾ പക്ഷേ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തു വരുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ക്രൈസ്തവർക്ക് നേരെയുണ്ടായ അക്രമങ്ങളിൽ 500% വർധനവാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP ഭരണത്തിൽ രാജ്യത്ത് സംഭവിച്ചതെന്നാണ് ആ കണക്കുകൾ പറയുന്നത്. ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ലോകമെമ്പാടും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷമൊക്കെ വലിയ ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാറിൻ്റെ വലിയ തലത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്. അത് ഉത്തർപ്രദേശ് ആയാലും ഛത്തീസ്ഗഡ് ആയാലും ഒഡീഷ ആയാലും ഒക്കെ തന്നെ വലിയ അതിക്രമങ്ങൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. അതോടൊപ്പമാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അടക്കം പുറത്തുവിട്ട കണക്കുകൾ, അത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇവരൊക്കെ തന്നെ പുറത്തുവിടുന്നത്. കാരണം 2014 നിന്നും 2025 എത്തുമ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അത് 500% വർദ്ധിച്ചു എന്ന് തന്നെയാണ് കൃത്യമായി തന്നെ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2014 രാജ്യത്താകമാനം 139ഓളം കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ അത് മോദി ഭരണത്തിൻ്റെ കീഴിൽ 10 വർഷം മോദി ഭരണത്തിലേക്ക് കീഴിൽ കഴിയുമ്പോൾ 2024 എത്തുമ്പോൾ ഏകദേശം 834 കേസുകളിലായി വർദ്ധിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞത് പോലെ വലിയ ഒരു വർധനവ് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നു. അതോടൊപ്പം 2025 നവംബർ മാസം വരെ, ഈ വർഷം നവംബർ മാസം വരെ ഏകദേശം 706 കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ തന്നെയാണ് വലിയ തോതിൽ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇത്തരത്തിൽ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടുള്ള ആക്രമങ്ങളും വളരെ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ഈ വർഷം നവംബർ വരെ ഛത്തീസ്ഗഡിൽ അത്തരത്തിൽ, അതായത് മതപരിവർത്തനം ആരോപിച്ചുള്ള അതിക്രമം മാത്രം 157 കേസുകളും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ 184 കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ ഈ ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തലത്തിലുള്ള അതിക്രമങ്ങൾ പല മേഖലകളിലും നടക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സംഘപരിവാർ സംഘടനകൾ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു, പലയിടങ്ങളിൽ അക്രമങ്ങൾ നടക്കുന്നു. പക്ഷേ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഈ മിനിറ്റ് വരെ ഒരു വാക്കുകൊണ്ട് പോലും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല, അക്രമികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി, ഞാൻ മനസ്സിലാക്കുന്നത്, കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റിഡംഷൻ അവിടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്നാണ്. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇത്തരത്തിൽ സംഘപരിവാറുകളുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള അതിക്രമം ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് മറുവശത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാ ക്രിസ്മസിനും പള്ളിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇവിടെ ദില്ലിയിലെ ഗോൾഡൻ ഖാന പള്ളിയിലാണ് പ്രധാനമന്ത്രി എത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഗോൾഡൻ ഖാന പള്ളിയിലേക്കല്ല, കത്തീഡ്രൽ ഓഫ് ദ റിഡംഷൻ ചർച്ചിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. അത് രാവിലെ 8:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പള്ളി സന്ദർശിക്കുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് പുറമെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഇത്തരത്തിൽ പള്ളി സന്ദർശനം നടത്തുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്. അതായത് ഒരു വശത്ത് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ തലത്തിലുള്ള അക്രമങ്ങളൊക്കെ തന്നെ അഴിച്ചുവിടുമ്പോഴാണ് മറുവശത്ത് ഇവരോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്താനുള്ള ഒരു രീതി കൂടി BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് മനു.